ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. എൻ്റെ പേര് അനു. ഉടമ്പടി എടുത്തത് ഒക്ടോബർ 10, 2022 അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക, കൃപാസനം എന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, എനിക്ക് വലിയ വിശ്വാസവും ഇല്ലായിരുന്നു. അപ്പോൾ 1 മാസം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു മാറ്റവും അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ അതങ്ങ് മറന്നു. പിന്നെ ഉടമ്പടി ഞാനങ്ങോട്ട് ഉഴപ്പി എന്ന് പറയാം. അത് കഴിഞ്ഞൊരു 10 മാസം കഴിഞ്ഞു. 10 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ വരണം, ഉടമ്പടി പുതുക്കണം എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിവിടെ വന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ഞാനിവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീട്ടിലുണ്ട്. ഉടമ്പടി കാശ് രൂപം എൻ്റെ പേഴ്സിലുണ്ട്. എവിടെ പോയാലും ഞാനത് കൊണ്ടുപോകും, ബുക്ക് കൊണ്ടുപോകും. പ്രാർത്ഥനാ ബുക്ക് എപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയൊന്നുമില്ല. പക്ഷേ ഈ 10 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് മാതാവിനെ കൂടുതൽ അറിയണം, എനിക്കിവിടെ വരണം എന്ന് തോന്നി. അന്ന് രാത്രിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ രൂപം ഞങ്ങൾ നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുന്നിടത്തേക്ക് മാതാവിനെ കയറ്റി വെച്ചു, മാതാവിൻ്റെ രൂപം. അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തിരിയെടുത്ത് ഞാൻ അവിടെ കത്തിച്ചു. അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു 2:30 മണി സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. എനിക്കറിയില്ല, ഞാൻ ഇത്രയും നാൾ എനിക്ക് 42 വയസ്സായി, അതിനുള്ളിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും സന്തോഷത്തോടെ കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല. അതായത് ഉറക്കം വിട്ട് എണീറ്റിട്ടില്ല ഇന്ന് വരെ. ഒരു സമാധാനം, ഒരു സന്തോഷം, ഭയങ്കര ഉണർവ്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താ എനിക്ക് പറ്റിയത് എന്നോർത്ത് ഞാനിങ്ങനെ കിടന്നിടത്തുനിന്ന് ഇടത് സൈഡിലേക്ക് തല ചിരിച്ച് നോക്കുമ്പോൾ ഞാൻ മുറിയിലേക്ക് കയറി വരുന്ന വാതിലിൽ നോക്കി നിന്നു. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വാതിൽക്കൽ ഇവിടെ നിൽക്കുന്ന മാതാവിൻ്റെ രൂപം ഹാഫ് മുകളിലേക്ക് തെളിഞ്ഞു വന്നു, നന്നായി തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ രൂപം മാഞ്ഞുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നൽ തന്നെയാണ്. വീണ്ടും ഞാൻ നേരെ കിടന്നു. പക്ഷേ വീണ്ടും എന്നോട് അങ്ങോട്ട് നോക്കാൻ പറയുന്ന പോലെ ഞാൻ വീണ്ടും നോക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതാണ് മാതാവിൻ്റെ രൂപം. ഞാൻ എപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാനിങ്ങനെ ചുമരിലൊക്കെ നോക്കാറുണ്ട്, മാതാവ് എവിടെയെങ്കിലും ഉണ്ടോ. എല്ലാവർക്കും തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ കാണാത്തത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും നോക്കുമായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ വീണ്ടും തോന്നലാണ് എന്ന് കരുതുന്നതിനെ ഞാൻ വീണ്ടും നോക്കി നിന്നപ്പോൾ മാതാവ് മാഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വാതിക്കലായിട്ട് നോക്കുമ്പോൾ അവിടെ മഴത്തുള്ളിയുടെ രൂപത്തിൽ ഒരു പ്രകാശഗോളം. ആ ഗോളത്തിനുള്ളിൽ നീല അങ്കി ധരിച്ച മാതാവിൻ്റെ രൂപം, സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിൻ്റെ രൂപം പ്രകാശഗോളത്തിനുള്ളിൽ അതിങ്ങനെ വാതിൽക്ക നിൽക്കുകയാണ്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഞാനിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ആ രൂപം പതുക്കെ പുറകോട്ട് നീങ്ങിപ്പോയി. പിന്നെ അത് അപ്രത്യക്ഷമായി. എനിക്കുറപ്പായി ഞാൻ കണ്ടത് മാതാവിനെയാണ്, മാതാവിൻ്റെ രൂപമാണ്, മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും? ഹസ്ബൻഡിനോട് പറഞ്ഞാൽ കളിയാക്കും. പിന്നെ മൂത്ത മോള് ബാംഗ്ലൂർ പഠിക്കുകയാണ്, അവളില്ല. പിന്നെ ഇളയ ആളാണ്, അവൾക്കാണെങ്കിൽ ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ ഇവരോട് എന്ത് ഞാൻ പറയും എന്ന് കരുതി രാവിലെ എണീറ്റു. ഹസ്ബൻഡ് പോയി, ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല. മോൾ എണീറ്റ് വന്നപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, ഇളയ മോളോട് പറഞ്ഞു, കൊച്ചേ ഇന്നലെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായി രാത്രിയിൽ എന്ന് പറഞ്ഞതും എന്നെ പറയാൻ സമ്മതിക്കാതെ ഇവളെന്നോട് പറയാണ്, അമ്മ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്താണെന്നറിയോ, എൻ്റെ 2 കവിളിലും നെറ്റിയിലും ആരോ വന്ന് ഉമ്മ വെച്ചു. അമ്മ വന്നായിരുന്നോ എൻ്റെ അടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ണ് തുറന്ന്, ഉറക്കമല്ലായിരുന്നു, ഞാൻ കണ്ണ് തുറന്ന് നോക്കിയില്ലാന്നേ ഉള്ളൂ. എൻ്റെ 2 കവിളത്തും ഉമ്മ തന്നു, നെറ്റിയിലും ഉമ്മ തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ മാതാവിനെയാണ് ഇന്നലെ ഞാൻ കണ്ടത്. അപ്പോൾ നിൻ്റെ അടുത്തും മാതാവ് വന്നു. കാരണം എനിക്കിവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും വന്നില്ല. അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അവിടെ മാതാവ് വന്നു എന്നുള്ളത്. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. പിന്നീട് 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ 1ാമതായി വെച്ചതും എൻ്റെ ഭർത്താവിൻ്റെ പേരിലൊരു കേസുണ്ടായിരുന്നു. അതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഒരു 5 വർഷമായ കേസായിരുന്നു അത്. 5 വർഷമായ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ഒത്തുതീർപ്പായി ആ കേസിൽ തീർപ്പാക്കി തന്നു. അതാണ് മാതാവിൻ്റെ 2ാമത്തെ എൻ്റെ ജീവിതത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത്. 3ാമത്, എൻ്റെ ഈ മോള് BSc നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾ ആദ്യത്തെ വർഷം 2 പേപ്പറിന് പോയി.
രണ്ടാമത്തെ വർഷം ഒരു പേപ്പറിന് പോയി. ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര പഠിക്കാൻ പാടാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമതും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഇവിടെ ഉടമ്പടി എടുത്ത് പോയി. അവൾ പോയി 3-ാം വർഷം എക്സാം എഴുതി. എക്സാമിന് അവൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ലഭിച്ചത്. അവൾ 4-ാം വർഷം 4th ഇയറിൽ എക്സാം എഴുതി. ആ എക്സാമിലും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ടായിരുന്നു. നല്ല മാർക്കോട് കൂടിയാണ് അവൾ പാസ്സായി വന്നത്. പിന്നെ അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്, ഇവൾക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതായത് 1 മാസത്തിൽ 3 ദിവസം കട്ടിലേന്ന് എണീക്കില്ല, ഒരേ കിടപ്പ്, കരച്ചിൽ. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പുസ്തകം നോക്കാൻ പറ്റുന്നില്ല. അവർ ബാംഗ്ലൂരിലാണ്, നമ്മൾ നാട്ടിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കും വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇവളെൻ്റെ കൂടെ വെറുതെ വന്ന വഴി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അവളുടെ മൈഗ്രെയിൻ മാറ്റണമെന്ന്. ഇവളും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ഇവിടുന്ന് വന്ന് പോയതിൽ പിന്നെ ഇന്ന് ഈ നിമിഷം വരെ ഇവൾക്ക് മൈഗ്രെയിൻ വന്നിട്ടേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പിന്നീട് ഇവൾക്ക് 4th ഇയറിൽ ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പലിശയ്ക്കൊക്കെ എടുത്തിട്ടാണ് ഇവരുടെ ഫീസ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവൾക്ക് അടയ്ക്കാനുള്ള ഫീസ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീസ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എന്നെ സഹായിക്കണമെങ്കിൽ അമ്മ തന്നെ കല്ലേ പിളർന്ന് ഇറങ്ങി വരണം, അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അത് തമാശ രൂപേണയാണ് മാതാവിനോട് പറയുന്നത്. നീ കല്ലേ പിളർന്ന് വന്നാൽ മാത്രമേ എന്നെ സഹായിക്കാൻ ആളുള്ളൂ. പിന്നെ ഈ പൈസ ഞാൻ അടച്ചില്ല, എനിക്കിത് കൊടുക്കാൻ പറ്റിയ നീ ഇവൾക്കടയ്ക്കേണ്ട ഫീസ് തന്നാൽ എനിക്കിത് കൊടുത്ത് എൻ്റെ പലിശ പൈസയൊക്കെ ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ ഇവൾക്ക് ഫീസ് ഇടാനായിട്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നില്ല, എന്ത് ചെയ്തിട്ട്. അപ്പം ഞാനോർത്ത് ഇതെന്താ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല പൈസ. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഒരു 3000 രൂപ പരീക്ഷ ഫീസ് അടയ്ക്കണം, എന്നാൽ അതിട്ടേക്കാം എന്ന് കരുതി ആ ഫീസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ബാക്കി പൈസ കിടക്കുവാണ്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ബാക്കി പൈസ പോണില്ല. 40,000 രൂപയേ ഉള്ളൂ, ലാസ്റ്റ് ഇയറിലെ ഫീസാണ്. അപ്പോൾ ഇതെത്ര ശ്രമിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോണില്ല. അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു കിടന്നപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ നിൻ്റെ ഫീസ് ഇടാം, പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അരികിൽ ഒരു കല്ലിൽ ഒരു നീല വെളിച്ചം. ഞാൻ വീണ്ടും നോക്കി നിന്നപ്പോഴേക്കും അത് മാതാവിൻ്റെ രൂപമായിട്ട്, നീല കളറിലുള്ള മാതാവിൻ്റെ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. അപ്പോൾ നേരം വെളുത്തു. ഞാൻ വിചാരിച്ച് എന്താ മാതാവ് ഇങ്ങനെ കാണിച്ചേ എന്ന് വിചാരിക്കുമ്പോഴേക്കും 8:30 മണിയായപ്പോഴേക്കും മോള് വിളിക്കുകയാണ്, അമ്മേ, എൻ്റെ ഫീസ് ഒരു ട്രസ്റ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞു. അതായത് കോളേജിലെ കുറച്ച് കുട്ടികളുടെ ഫീസ് ഒരു ട്രസ്റ്റിൽ നിന്ന് ഒരു സാറ് അടച്ചു. അപ്പോൾ ആ സാറ് പറഞ്ഞു അവരോട്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ആ ഫീസും കൂടി ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവളുടെ റൂമിൽ പഠിക്കുന്ന കുട്ടികളല്ല ഇവളുടെ പേര് പറഞ്ഞത്, ഇവളുമായിട്ട് കൂട്ടുമല്ല, ഇവളുടെ ഫ്രണ്ട്സും അല്ല. അപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയില്ല, നിൻ്റെ പേരാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നിയത്, ഞങ്ങൾ നിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവളെന്നിട്ട് ട്രസ്റ്റിലെ സാറിനെ വിളിച്ചു, സംസാരിച്ചു. ജോസഫ് എന്നാണ് സാറിൻ്റെ പേര്. സാറ് വെള്ളിയാഴ്ച വിളിച്ചു സംസാരിക്കുന്നു. തിങ്കളാഴ്ച ആയപ്പോഴത്തേനും അവളുടെ ഫീസ് അടച്ചു. എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എനിക്ക് പലിശക്കാർക്ക് കൊടുത്ത് എനിക്കത് ഒഴിവാക്കാൻ സാധിച്ചു. അതായിരുന്നു മാതാവ് കല്ലേ പിളർന്ന് വന്ന് എന്നെ സഹായിച്ചത്. അതാണ് കല്ലേ പിളർന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കല്ലേ പിളർന്ന് വരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സാധിച്ചു തന്നത് മാതാവാണ്. അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം. പിന്നീടുള്ള സാക്ഷ്യം, എൻ്റെ ഭർത്താവിന് ഭയങ്കര കാലുവേദനയായിരുന്നു. ഇവിടുന്ന് അമ്മയുടെ തൈലവും ഉപ്പ് കൊടുക്കും, തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ കാലുവേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ഉള്ളത് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 ഓർഫനേജ് ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ അവർക്ക് അരി, എണ്ണ, സോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ കൈ നീട്ടുന്ന ആരെന്ന് നോക്കാതെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ജോലി, ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പേ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അത് പോരാ, ഇവർ 2 പേര് പഠിക്കുകയാണ്, അപ്പോൾ അത് നമുക്ക് തികയുന്നില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, എനിക്ക് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിനൊരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട്. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ദുബായിലാണ് ജോലി. അപ്പോൾ അത് ഞാൻ മെയ് മാസത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 4ാമത്തെ ആഴ്ചയായപ്പോൾ ജൂണായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ,
നീ എനിക്ക് തരുന്നതാണെങ്കിൽ 7-ാം തീയതി എന്നൊരു ഡേറ്റ് അച്ഛൻ ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് പറഞ്ഞു. 4, 5, 7 എന്ന ഡേറ്റ് കാണിക്കുന്നു എന്ന് അച്ഛൻ ധ്യാനത്തിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം നീ എനിക്ക് എൻ്റെ വിസ തരണമെന്ന് പറഞ്ഞു. 7-ാം തീയതി എനിക്ക് എൻ്റെ വിസ വന്നു. ജൂൺ 7-ാം തീയതി 2:30 മണി കഴിഞ്ഞപ്പോൾ, ഉച്ചയ്ക്ക് 2:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാനായിട്ട് ശനിയാഴ്ച മുതൽ ശ്രമിക്കുന്നു, ഇങ്ങോട്ട് വരണം. പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താ പറ്റിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഞായറാഴ്ച വരാനിരുന്നതാണ്, ഇനി ടിക്കറ്റ് വന്നിട്ട് വരാനായിരിക്കും മാതാവ് ഉദ്ദേശിക്കുന്നത്, അതും കൂടി വന്ന് പറയാനായിരിക്കുമെന്ന്. ഇന്നലെ വൈകിട്ട് എനിക്കുള്ള ടിക്കറ്റ് വന്നു. വെള്ളിയാഴ്ച 5 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ പോവാണ്. അപ്പം ഇതും മാതാവ് തന്നതാണ്, എൻ്റെ കഴിവല്ല, എനിക്കതിനുള്ള കഴിവില്ല. ഇത് മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ്. അതിന് ഞാൻ മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ പത്രം, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വീടുകളിൽ കൂടെ കൊണ്ടു നടന്ന് കൊടുക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ധ്യാനം എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കുറേ പേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എത്ര വലിയ സങ്കടങ്ങളുണ്ടായാലും ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് അമ്മയോട് പറയുക. അത് കഴിഞ്ഞ് ജപമാല എടുക്കും, കൊന്തയെടുക്കും, ജപമാല ചൊല്ലും. എത്ര വലിയ പ്രശ്നമാണോ അത് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കും. പിന്നെ എനിക്ക് യാതൊരു വിഷയവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഹാപ്പിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതലായിട്ട് അടുത്ത് ജീവിക്കുന്നത്. എനിക്ക് ഉടമ്പടി നിയോഗങ്ങളല്ല പ്രധാനം. എനിക്കിവിടെ വന്ന് ഉടമ്പടി 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കി പോവുക എന്നുള്ളതാണ്. നിയോഗങ്ങൾ ഞാനിപ്പോൾ അധികം വയ്ക്കാറില്ല, 1-2 കാര്യങ്ങൾ വയ്ക്കാറേ ഉള്ളൂ. നിയോഗങ്ങളല്ല, എനിക്ക് ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലം. ഇങ്ങനെയാണ് എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു.